നമസ്കാരം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഇഡിയും കേസെടുത്തേക്കും. CMRLുമായുള്ള പണമിടപാട് സംബന്ധിച്ച് SFIOയുടെ രേഖകൾ ഇഡി ആവശ്യപ്പെട്ടുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നേരത്തെ ഇഡി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ കേസ് വരുമെന്ന് ഇഡി പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇഡി കേസ് രജിസ്റ്റർ ചെയ്യും. SFIOയുടെ രേഖകൾ കിട്ടിയ ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. PMLA ആക്ട് പ്രകാരമുള്ള കള്ളപ്പണ ഇടപാട് ഈ കേസിൽ നടന്നിട്ടുണ്ടെന്ന് ഇഡി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ കർണാടക ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോഴാണ് ഇഡി പ്രാഥമിക അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ SFIOയോട് ഇഡി രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് കേസെടുത്തേക്കുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നത്. ഇഡി ഉദ്യോഗസ്ഥരെ ക്വാഡ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം മാസപ്പടി കേസിൽ SFIOയുടെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടുള്ള CMRL ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഉച്ചയ്ക്ക് 2:30 ഹർജി പരിഗണിക്കുക. ഹർജിയിൽ SFIOയ്ക്കും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനും കോടതി നോട്ടീസ് അയച്ചിരുന്നു. നേരത്തെ വീണയെ പ്രതിയാക്കി SFIO കുറ്റപത്രം സമർപ്പിക്കുകയും ഇതിനെതിരെ ഹർജി സമർപ്പിക്കുകയും ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് ഇഡി നടപടിക്ക് ഒരുങ്ങുന്നത്. കേസിന്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ഹർജിയും ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഇതിന് മുന്നോടിയായാണ് ഇഡിയുടെ പ്രാഥമിക അന്വേഷണ ഭാഗമായുള്ള തുടർ നടപടികൾ ഉണ്ടാകുന്നത്. കേസിൽ വീണയെ പ്രതി ചേർത്ത് SFIO കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി നൽകിയിരുന്നു. സേവനം നൽകാതെ വീണ 2.7 കോടി കൈപ്പറ്റിയെന്നാണ് കുറ്റപത്രത്തിലെ ആരോപണം. വീണയുടെ എക്സാലോജിക് കമ്പനിയാണ് പണം നൽകിയിരിക്കുന്നത്. ഒരു സേവനവും നൽകാതെയാണ് അനധികൃതമായി പണം കൈപ്പറ്റിയിരിക്കുന്നതെന്നതും കുറ്റപത്രത്തിൽ പറയുന്നു. നേതാക്കൾക്ക് CMRL കോടികൾ നൽകിയെന്നും കണ്ടെത്തലുണ്ട്. വീണ, CMRL MD ശശിധരൻ കർത്ത, CMRL CGM ഫിനാൻസ് P സുരേഷ് കുമാർ എന്നിവർക്കെതിരെയാണ് പ്രോസിക്യൂഷൻ നടപടിക്ക് അനുമതി ഉണ്ടായത്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. CMRLനായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഇന്ന് ഹാജരായേക്കും. കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് CMRL ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ വിചാരണ തുടങ്ങരുതെന്നും SFIO അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകിയോ എന്ന് വ്യക്തമാക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. SFIOയുടെ 166 പേജുള്ള കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലാണുള്ളത്. കള്ളക്കണക്കുണ്ടാക്കി രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് CMRL നൽകിയത് 182 കോടിയാണെന്നാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ആർക്കൊക്കെയാണ് ഈ പണം നൽകിയതെന്ന വിവരം കുറ്റപത്രത്തിലില്ല. വീണയുടെ കമ്പനിയായ എക്സാലോജിക്കുമായി കരാറുണ്ടാക്കി 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ മൊത്തം 1.72 കോടി രൂപ CMRL നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത്. 2017 മുതൽ 2020 കാലയളവിലാണ് CMRL വീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്നും ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു.